നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് കേരളത്തിലെ നിയമനങ്ങൾ എന്ന് പറയുന്ന കറണ്ട് അഫയേഴ്സ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ചെറിയ ചെറിയ കോഡുകളിലൂടെയും ചെറിയ ചെറിയ ട്രിക്കുകളിലൂടെയൊക്കെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോ തീർച്ചയായിട്ടും ക്ലാസ് മൊത്തമായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ഡിഗ്രി ലെവല്, 12th ലെവല്, 10th ലെവല് തൊട്ടുള്ള എല്ലാ പരീക്ഷകളിലും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ ഇത് പഠിച്ചു പോകും. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് ഒരിക്കലും തെറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ വ്യക്തിയിലേക്ക് തന്നെ കിടക്കാം. ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരളത്തിലെ നിലവിലത്തെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് നിതിൻ ജംദാർ എന്നാണ് കേട്ടോ. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? നിതിൻ ജംദാർ എന്നാണ്. 39ാമത്തെ വ്യക്തിയാണ് ആര്? നിതിൻ ജംദാർ. എന്നാൽ 38ാമത്തെ എന്ന് പറയുമ്പോൾ നിതിൻ ജംദാറിന് മുന്നേ ഉള്ള വ്യക്തിയുടെ പേരെന്താണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നാണ് കേട്ടോ. ആശിഷ് ജിതേന്ദ്ര ദേശായി. അപ്പൊ കേരള ഹൈക്കോടതി, കേരളത്തിന്റെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ് ചോദിക്കുന്നത്. നമ്മളത് കേരളത്തിലെ നിയമനങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. ഇന്ത്യയുടെ നിയമനങ്ങളുടെ ക്ലാസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് അതിന്റെ ക്ലാസ് ഞാൻ എന്ത് ചെയ്യാം, ഉടനെ തന്നെ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ നിലവിലെ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? ജസ്റ്റിസ് നിതിൻ ജംദാർ ആണ്. 39ാമത്തെ വ്യക്തി. ഈ നമ്പറുകൾ നിങ്ങൾ പഠിക്കണം. കാരണം PSC ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കേരള ഹൈക്കോടതിയുടെ 39ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ ചോദിക്കത്തില്ല. 39ാമത്തെ ആരാണ്, 38ാമത്തെ ആരാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സോ ഈ നമ്പറുകൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോ കേരള ഹൈക്കോടതിയിലെ 39ാമത്തെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ നിതിൻ ജംദാർ ആണ്, നിലവിലത്തെ വ്യക്തിയാണ്. എന്നാൽ 38ാമത്തെ ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് അല്ലെ. ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. എന്നാല് കേരള ഗവർണർ ആരാണെന്ന് അറിയാമോ? കേരള ഗവർണർ നിലവില് രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ആണ്, അല്ലെങ്കിൽ RV ആർലേക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 23ാമത്തെ ഗവർണറാണ് ആര്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ അല്ലെങ്കിൽ RV ആർലേക്കർ. ഓക്കെ, അപ്പൊ നിലവിലത്തെ നമ്മുടെ കേരളത്തിലെ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ആണ് അല്ലെ. RV ആർലേക്കർ എന്നായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുന്നത്. രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണരൂപം. അപ്പൊ 23ാമത്തെ ഗവർണറാണ് ആര്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. ഓക്കെ അല്ലടാ. അടുത്തത് നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ല. ആര് തന്നെയാണ്? പിണറായി വിജയനാണ്. പക്ഷെ അതിൽ പഠിക്കാനുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് 23ാമത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയാകുന്ന 12ാമത്തെ വ്യക്തിയുമാരാണ്? പിണറായി വിജയനാണ് കേട്ടോ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 23ാമത്തെ മുഖ്യമന്ത്രിയാണ്, അതുപോലെ തന്നെ 12ാമത്തെ വ്യക്തിയാണ് ആര്? പിണറായി വിജയൻ കേട്ടോ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? നമുക്കറിയാം സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി ആരാണ്? ഒരു അറബി പേരുള്ള വ്യക്തിയാണ്. സംസ്ഥാനത്തിന്റെ നിലവിലത്തെ സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്നത് ഒരു അറബി പേരുള്ള വ്യക്തിയാണ്. അങ്ങനെ പഠിച്ചു വെച്ചാൽ ഒരു അറബി പേരുള്ള വ്യക്തിയാണ്. ആരാണ് അദ്ദേഹത്തിന്റെ പേര്? ഷെയ്ഖ് എന്നാണ് കേട്ടോ. ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. നമ്മള് കല്യാണരാമൻ സിനിമയെ പറയുമ്പോൾ ആരാണ്? നമ്മുടെ ഷെയ്ഖ് അബ്ദുള്ള ഉണ്ടല്ലോ. ഷെയ്ഖ് അബ്ദുള്ള കല്യാണമല്ല, പുലിവാൽ കല്യാണത്തിന് പറയുന്ന ഷെയ്ഖ് അബ്ദുള്ള അല്ലേ. അതുപോലെ എന്താണ്, ഒരു അറബി പേരുള്ള വ്യക്തിയാണ് നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബ്. മറക്കത്തില്ലല്ലോ. അടുത്ത് നമ്മുടെ നിലവിലത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഒരുപാട് വിജയിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറി ആവണമെങ്കിൽ തന്നെ IAS ഏറ്റവും ടോപ്പ് പൊസിഷൻ ആണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ എത്തണമെങ്കിൽ IAS ഒക്കെ ആവണമെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് ജയം അല്ലെങ്കിൽ ഒരുപാട് വിജയങ്ങൾ നമുക്ക് കിട്ടണം അല്ലെ. ഒരുപാട് ജയ തിലകങ്ങൾ അണിഞ്ഞ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചീഫ് സെക്രട്ടറി ആവാനായിട്ട് കഴിയത്തുള്ളൂ. സോ ചീഫ് സെക്രട്ടറി ആരാണ്? ജയതിലകാണ്. 50ാമത്തെ വ്യക്തിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 50th ചീഫ് സെക്രട്ടറി ആണ് അല്ലെ. 50th ചീഫ് സെക്രട്ടറി ആണ് ആര്? നമ്മുടെ ജയതിലക് എന്ന് പറയുന്നത്. ഒരുപാട് വിജയങ്ങൾ, ഒരുപാട് ജയതിലകങ്ങൾ അളിഞ്ഞ ആളാണ് ആര്? ജയതിലക്. ഓക്കെ, അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്ന ആരാണ്? ഗോപാലകൃഷ്ണ കുറുപ്പാണ്. നമുക്കറിയാം നമ്മുടെ കുറുപ്പ് സിനിമ കണ്ടിട്ടുണ്ടല്ലോ, ദുൽഖർ സൽമാന്റെ. അതിൽ ഈ പറയുന്ന കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ ഏതെങ്കിലും വക്കീൽ വിചാരിച്ചിട്ട് പിടിക്കാൻ പറ്റുമോ? പോലീസും വിചാരിച്ചിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല. അഡ്വക്കേറ്റ് ജനറൽ ആയിട്ടുള്ള ഗോപാലകൃഷ്ണ കുറുപ്പ് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല? കുറുപ്പിനെ പിടിക്കാനായിട്ട് പറ്റിയില്ല. ഓക്കെ, ഈ ലിങ്കുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യത്തിന്റെ ഓപ്ഷനിൽ നിന്ന് ഉത്തരം കിട്ടും. ഓക്കെ, നമുക്ക് ഉത്തരം കിട്ടിയാൽ മതി, കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല. ഓപ്ഷനിൽ ഉത്തരം കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോ അഡ്വക്കേറ്റ് ജനറൽ ആരാണെന്ന് ചോദിച്ചാല് അപ്പൊ ആലോചിക്കണം, ഒരുപാട് അഡ്വക്കേറ്റ് ജനറൽമാർ വിചാരിച്ചിട്ടും കുറുപ്പിനെ പിടിക്കാനായിട്ട് പറ്റിയില്ല അല്ലെ. കുറുപ്പ് ആരാണെന്നൊക്കെ അറിയാമല്ലോ. അപ്പോ ഈ പറയുന്ന ഗോപാലകൃഷ്ണ കുറുപ്പാണ് ആര്? നിലവിലത്തെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്?
നമുക്കറിയാം പിണറായി വിജയനാണ് അല്ലെ. നമ്മുടെ നിതി ആയോഗിന്റെ ആണെങ്കിലോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയുടെ അധ്യക്ഷൻ ആരാണ്? അത് നരേന്ദ്രമോദിയാണ് അല്ലെ. ഈ നിതി ആയോഗിന്റെ കേരളത്തിലെ ഫോമാണ് എന്ത്? ആസൂത്രണ ബോർഡ് എന്ന് പറയുന്നത്, പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് ബോർഡിന്റെ വ്യക്തി ആരാണ്, അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് പറയുന്നത് നമ്മള് പിണറായി വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് പ്ലാനിംഗ് ബോർഡിന്റെ സ്ഥിരം അധ്യക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉപാധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് VK രാമചന്ദ്രൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ VKR എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. എന്താണ് VKR എന്നാണ് പറയുമ്പോൾ VK രാമചന്ദ്രൻ എന്നാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? VK രാമചന്ദ്രൻ. ഓക്കെ, ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? VK രാമചന്ദ്രൻ. VK രാമചന്ദ്രൻ ആണ് ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ. എന്നാല് നിലവിലെ നമ്മുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അല്ലെങ്കിൽ VSSCയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? S ഉണ്ണികൃഷ്ണൻ ആണ് അല്ലെ. ആരാണ്? S ഉണ്ണികൃഷ്ണൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. അപ്പൊ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അല്ലെങ്കിൽ നമ്മുടെ VSSCയുടെ നിലവിലത്തെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? S ഉണ്ണികൃഷ്ണനാണ്. എന്നാൽ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ISRO ചെയർമാൻ ആരാണ്? നിലവിലത്തെ ISRO ചെയർമാൻ ആരാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടിടുക. ഓക്കെ, ISRO ചെയർമാൻ ആരാണെന്ന് വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് അയച്ചിടുക. ഓക്കെ, അടുത്ത ചോദ്യം, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ പേരാണ് KN ഹരിലാല്. ഏഴാമത്തെ ആണ്. അപ്പൊ കേരള സംസ്ഥാനത്തിലെ ഏഴാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാന്റെ പേരെന്താണ്? KN ഹരിലാൽ എന്നാണ്. ഹരിലാൽ എന്നാണ് കേട്ടോ. നമുക്കിതിനകത്ത് 1-2 ഹരിമാരെ പഠിക്കാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോ ധനകാര്യ കമ്മീഷൻ, അപ്പോ ധനം കൈകാര്യം ചെയ്യുന്ന ആരാണ് ഇവിടെ? ഹരിയാണ് കേട്ടോ. ഹരിലാലാണ് ധനം കൈകാര്യം ചെയ്യുന്നത്. PSC ചെയർമാൻ എല്ലാവർക്കും അറിയാമല്ലോ, ആരാണ്? ഡോക്ടർ MR ബൈജു ആണ് അല്ലെ. MR ബൈജു. ഓക്കെ, അപ്പൊ ഡോക്ടർ MR ബൈജു ആണ് നമ്മുടെ സ്വന്തം കേരള PSCയുടെ ചെയർമാൻ. ആരാണെന്ന് ചോദിച്ചാൽ ആരെന്ന് പറയും? ഡോക്ടർ MR ബൈജു ആണ്. MR ബൈജു. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. നിങ്ങൾക്കത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അപ്പോ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഞാൻ പറഞ്ഞു നിതിൻ ജംദർ അല്ലെങ്കിൽ നിതിൻ മധുകർ ജംദർ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. എന്താണ്? നിതിൻ മധുകർ ജംദർ എന്നാണ്. 39ാമത്തെ വ്യക്തിയാണ്. 38 ആണെങ്കിൽ ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് അല്ലെ. എന്നാൽ നമ്മുടെ ഗവർണർ ആരാണ്? നമുക്കറിയാം RV ആർലേക്കർ. 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. മുഖ്യമന്ത്രി അറിയാം നമുക്ക്. 23ാമത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയാവുന്ന 12ാമത്തെ വ്യക്തിയും ആരാണ്? പിണറായി വിജയനാണ്. സംസ്ഥാന പോലീസ് മേധാവി നമുക്കറിയാം ആരാണ്? ഒരു അറബി പേരുള്ള വ്യക്തിയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതിനുശേഷം വരുന്ന പേരാണ് ചീഫ് സെക്രട്ടറി. ഞാൻ പറഞ്ഞു IAS ഒക്കെ ആവണമെങ്കിൽ തന്നെ നമുക്ക് എന്താ, IASന്റെ ടോപ്പാണ് ചീഫ് സെക്രട്ടറി. അപ്പൊ ചീഫ് സെക്രട്ടറി ആവണമെങ്കിൽ ഒരുപാട് ജയതിലകങ്ങൾ അറിഞ്ഞ ആളായിരിക്കും അല്ലെ. 50ാമത്തെ വ്യക്തിയാണ് ജയതിലകാണ് അല്ലെ. ജയതിലക്. അഡ്വക്കേറ്റ് ജനറൽ നമുക്കറിയാം ഒരുപാട് വക്കീലന്മാർ വിചാരിച്ചിട്ടും ആരെ പിടിക്കാൻ പറ്റിയിട്ടില്ല? കുറുപ്പിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. സോ ഹീസ് ഗോപാലകൃഷ്ണ കുറുപ്പ്. അടുത്ത് വരുന്ന എന്താണ്? ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ പിണറായി വിജയനാണെന്ന് അറിയാം. ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ഡോക്ടർ VK രാമചന്ദ്രൻ ആണെന്ന് അറിയാം. VSSCയുടെ ചെയർമാൻ ആരാണ്? ഉണ്ണികൃഷ്ണനാണ് അല്ലെ. S ഉണ്ണികൃഷ്ണനാണ് അല്ലെ. അപ്പൊ VSSCയുടെ ആരാണ്? S ഉണ്ണികൃഷ്ണനാണ്. എന്നാൽ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആണെങ്കിലോ, സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആണെങ്കിലോ ഇവിടെ കാശ് അല്ലെങ്കിൽ ധനകാര്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹരിയാണ് അല്ലെ. KN ഹരിലാലാണ്. അടുത്ത കേരള PSC ചെയർമാൻ ആണെങ്കിലോ ഡോക്ടർ MR ബൈജു ആണ് അല്ലെ. കേരള PSCയുടേത് ഡോക്ടർ MR ബൈജു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത സെറ്റിലേക്ക് പോവുകയാണ്. നിലവിലത്തെ ഓംബുഡ്സ്മാൻ ആരാണ്? ഓംബുഡ്സ്മാൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണവും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കേരളത്തിലെ ഓംബുഡ്സ്മാൻ ആരെന്ന് ചോദിച്ചാല് അദ്ദേഹത്തിന്റെ പേരാണ് PS ഗോപിനാഥൻ. മറക്കരുത്, നിലവിലത്തെ ഓംബുഡ്സ്മാൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? PS ഗോപിനാഥനാണ്. നിലവിലത്തെ ലോകായുക്ത, ഉപലോകായുക്ത രണ്ടും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ലോകായുക്ത ആരെന്ന് ചോദിച്ചാൽ ആരാണ് നിലവിലത്തെ ലോകായുക്ത? ജസ്റ്റിസ് N അനിൽകുമാർ ആണ്. ലോകായുക്ത ആരാണ്? അനിൽകുമാർ. ഓക്കെ, അപ്പൊ ലോകായുക്തയും ലോക്പാലിനെയും വ്യത്യാസമൊക്കെ അറിയാലോ. അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ രൂപീകരിച്ച ഒരു ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ലോകായുക്ത എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോകായുക്തയുടെ നിലവിലത്തെ ചെയർമാൻ ആരാണ്? നിലവില് N അനിൽകുമാർ ആണ് അല്ലെ. N അനിൽകുമാർ. ലോകായുക്ത അനിൽകുമാർ ആണെന്ന് പഠിക്കുക. ഉപലോകായുക്ത ആരാണ്? ഉപലോകായുക്ത 2 പേരുണ്ട്. ജസ്റ്റിസ് V ഷിർസി എന്നാണ് പേര്. V ഷിർസി എന്നും അതുപോലെ തന്നെ ജസ്റ്റിസ് അശോക് മേനോനും. 2 പേരാണ് നിലവിലത്തെ നമ്മുടെ ഉപലോകായുക്ത എന്ന് പറയുന്നത്. V ഷിർസിയും അതുപോലെ തന്നെ അശോക് മേനോനും. അപ്പൊ ഈ 2 പേരുകളും ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. ലോകായുക്ത ആരെന്ന് ചോദിച്ചാൽ ആരാണ്?
ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ്. ഉപലോകായുക്ത ആരാണ്? ജസ്റ്റിസ് വി ഷിർസിയും അതുപോലെ തന്നെ ജസ്റ്റിസ് അശോക് മേനോനുമാണ് നിലവിലത്തെ ഉപലോകായുക്ത എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിലത്തെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ചെയർമാൻ ആരാണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അല്ലെങ്കിൽ കാറ്റ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ഇതിന്റെ ചെയർമാന്റെ പേരാണ് CK അബ്ദുൾ റഹീം. പഠിച്ചു വെച്ചേക്കുക. നിലവിലത്തെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ്? CK അബ്ദുൾ റഹീം എന്നാണ്. നിലവിലത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഓക്കെ, നമ്മൾ ഒരു ഹരിയെ നേരത്തെ പഠിച്ചു. എന്താണ്? ഏത് ഹരിയാണ് നേരത്തെ പഠിച്ചത്? ഓർമ്മയുണ്ടോ? ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KN ഹരിലാൽ ആണ്. അങ്ങനെയാണെങ്കിൽ വിവരാവകാശ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാല് വി ഹരികുമാർ. അതിൽ തന്നെ നമുക്ക് വിവരാവകാശം അല്ലെ, വിവരാവകാശത്തിന്റെ വീത ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ വിവരാവകാശം ഹരിനായർ. ഓക്കെ, ഹരിക്ക് ഭയങ്കര വിവരമാണെന്ന് പഠിച്ചു വെച്ചാൽ കേട്ടോ, ചുമ്മാ പഠിച്ചു വെച്ചാൽ മതി. അപ്പോ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ ആണ്. അപ്പൊ കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. അങ്ങനെയാണെങ്കിൽ ഈ വിവരാവകാശ കമ്മീഷനിൽ കുറച്ച് മറ്റ് അംഗങ്ങൾ കൂടിയുണ്ട്. ജസ്റ്റ് പേരെന്ന് കേട്ടിരിക്കുക. ആരൊക്കെയാണ്? A ഹക്കീം ഉണ്ട്, അതുപോലെ തന്നെ KM ദിലീപ് ഉണ്ട്, ഡോക്ടർ ശ്രീകുമാർ ഉണ്ട്, അതുപോലെ തന്നെ സോനിച്ചൻ ഉണ്ട്, പി ജോസഫ് ഉണ്ട്, രാമകൃഷ്ണൻ ടി ഉണ്ട്, അതുപോലെ തന്നെ എന്നിവരൊക്കെയാണ് ഈ പറയുന്ന ബാക്കി അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലാകെ വേണ്ടത് വിവരാവകാശ കമ്മീഷൻ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചോദിച്ചാൽ ആരാണ്? വി ഹരിനായരാണെന്ന് പഠിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? നമുക്കറിയാം അലക്സാണ്ടർ മഹാരാജാവ് എന്ന് പറയുന്നത്, അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അലക്സാണ്ടർ ചക്രവർത്തി എന്ന് ചുമ്മാ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ തോമസ് എന്ന് പറയുന്ന പേര് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച ഒരു മഹാനായ ചക്രവർത്തിയാണ് ആരെന്ന് പറയുന്നത്? അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് അലക്സാണ്ടർ തോമസ്. ഓക്കെ, ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷനിലെ മറ്റംഗങ്ങളുടെ പേര് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞുതരാം. ആരൊക്കെയുണ്ട്? K ബൈജുനാഥ് ഉണ്ട്, വി ഗീതയുണ്ട്, സുചിത്ര KR ഉണ്ട്. അപ്പൊ ഇവരൊക്കെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാക്കി അംഗങ്ങൾ എന്ന് പറയുന്നത്. ആവശ്യമുള്ള കാര്യമല്ല. മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ അലക്സാണ്ടർ തോമസ് ആണ്. വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ വിവരാവകാശം വി ഹരികുമാർ അല്ലെ, വി ഹരിനായർ, മറ്റത് അലക്സാണ്ടർ തോമസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? നിലവിലത്തെ കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി ഉണ്ടല്ലോ, ഷാജഹാൻ ചക്രവർത്തിയെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അദ്ദേഹം ചക്രവർത്തിയാക്കിയത് എങ്ങനെയാണ്? കേരളത്തിലെ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഈ പറയുന്ന ഷാജഹാനെ നമ്മൾ ചക്രവർത്തിയാക്കുന്നത്. അങ്ങനെ പഠിച്ചാൽ മതി. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഏതൊരു ചക്രവർത്തിയാണ്. ഏത് ചക്രവർത്തിയാണ്? ഷാജഹാൻ ചക്രവർത്തിയാണ്. അങ്ങനെ പഠിക്കുക കേട്ടോ. അപ്പോൾ നിലവിലത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് A ഷാജഹാൻ. ഇനിഷ്യൽ കൂടി പഠിച്ചു പോണം. A ഷാജഹാൻ ആണ് നിലവിലത്തെ കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് A ഷാജഹാൻ. അങ്ങനെയാണെങ്കിൽ നിലവിലത്തെ ഇലക്ടറൽ ഓഫീസർ, ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? രത്തൻ യു ഖേൽക്കർ. ചോദിക്കുകയെ നിലവിലത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഈ കമ്മീഷണറും ചീഫ് ഇലക്ടറൽ ഓഫീസറും തമ്മിൽ തിരിഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട്. മാറരുത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നാണെങ്കിൽ അത് A ഷാജഹാൻ ആണ്. എന്നാൽ ഇലക്ടറൽ ഓഫീസർ, ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നാണെങ്കിൽ അത് രത്തൻ യു ഖേൽക്കർ ആണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നാണെങ്കിൽ A ഷാജഹാൻ ആണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നാണെങ്കിൽ അതാരാണ്? രത്തൻ യു ഖേൽക്കർ ആണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് നോക്കാനുള്ളതാണ് വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ. ഓക്കെ, അപ്പൊ വനിതകൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിപ്പെട്ട രാമായണത്തിലെ കഥാപാത്രം ആരാണ്? സതീദേവിയാണ് അല്ലെ. സീതാദേവി, സതീദേവി അങ്ങനെ പഠിച്ചാൽ മതി. സീതാദേവി എന്ന് പഠിക്കുന്ന സതീദേവി എന്ന് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സതീദേവി. അല്ലെങ്കിൽ തന്നെ അതിലൊരു ദേവിയുണ്ട്. അപ്പൊ ആ ദേവി വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ത്രീ ദേവിയാണ്, വനിത ദേവിയാണ്, അമ്മ ദേവിയാണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചാൽ മതി അല്ലെ. ഓക്കെ, സ്ത്രീകൾ ദേവിയാണ്, പെങ്ങൾ ദേവിയാണ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചാൽ മതി. അപ്പൊ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? P സതീദേവി. 7ാമത്തെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് സതീദേവി.
അങ്ങനെയാണെങ്കിൽ കേരള സംസ്ഥാന EWS ചെയർമാന്റെ പേരാണ് എന്ത്? രാമചന്ദ്രൻ നായർ. എന്താണ്? EWS ചെയർമാന്റെ പേരെന്താണ്? രാമചന്ദ്രൻ നായർ എന്നാണ്. EWS എന്താണ്? എക്കണോമിക്കൽ അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അല്ലെ. അപ്പോ ഈ പറയുന്ന സംസ്ഥാന EWSന്റെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ ആരാണ്? രാമചന്ദ്രൻ നായർ എന്നാണ്. ഈ പേരുകൾ മറക്കരുത്. വനിതാ കമ്മീഷൻ നമുക്കറിയാം ദേവി. ഏതോ ദേവി? ഏത് ദേവി? സീതാദേവി അല്ല, സതീദേവി. സതീദേവി. അങ്ങനെയാണെങ്കിൽ EWSന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് പറയും? രാമചന്ദ്രൻ നായരാണെന്ന് പറയും അല്ലെ. രാമചന്ദ്രൻ നായർ. അങ്ങനെയാണെങ്കിൽ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആരാണ്? നമ്മുടെ കേരളത്തിലെ വനിതാ വികസന കോർപ്പറേഷൻ ആണെങ്കിൽ, വനിതകളെ വികസിപ്പിക്കുന്ന കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ആരാണ്? KC റോസക്കുട്ടിയാണ്. KC റോസക്കുട്ടി. പഠിക്കാൻ എളുപ്പമല്ലേ? വനിതാ കമ്മീഷൻ നമുക്കറിയാം സതീദേവി. അങ്ങനെയാണെങ്കിൽ വനിതാ വികസന കോർപ്പറേഷൻ ആണെങ്കിൽ ആരാണ്? KC റോസക്കുട്ടിയാണ്. വികസനം റോസ. ഓക്കെ, വികസിപ്പിക്കുക, വികസനം റോസ്. ഓക്കെ, അപ്പോ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആരാണ്? അത് KC റോസക്കുട്ടിയാണ്. അടുത്ത ചോദ്യം, പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് G ശശിധരൻ ആണ് കേട്ടോ. പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? ശശിധരൻ. ഓക്കെ, അപ്പൊ പിന്നാക്ക ശശിധരൻ അങ്ങനെ പഠിച്ചത്. പിന്നാക്ക ശശി എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോഡുകൾ പറയുന്നത്. അത് ആ ഒരു രീതിയിൽ മാത്രം കണക്കാക്കുക. ഓക്കെ, അപ്പോ പിന്നാക്ക വിഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിക്കും? പിന്നാക്ക ശശി എന്ന് പഠിക്കുക. ഓക്കെ, പിന്നാക്ക ശശി. ഓക്കെ, അപ്പൊ പിന്നാക്ക വിഭാഗ ചെയർപേഴ്സൺ ആരാണ്? അത് ജസ്റ്റിസ് G ശശിധരനാണ്. പിന്നാക്ക ശശി. അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷമാണെങ്കിലോ? ന്യൂനപക്ഷം റഷീദ്. ഓക്കെ, ന്യൂനപക്ഷ റഷീദ് അങ്ങനെ പഠിക്കുക. പിന്നാക്ക ശശിയും ന്യൂനപക്ഷ റഷീദും. പിന്നാക്ക ശശിയും ന്യൂനപക്ഷ റഷീദും. ഇതൊക്കെ കേരളത്തിന്റെ കാര്യമാണ് പറയുന്നത്. പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? ശശിധരൻ അല്ലെ. അപ്പോ G ശശിധരൻ. ന്യൂനപക്ഷം ആരാണ്? ന്യൂനപക്ഷ റഷീദ്. ന്യൂനപക്ഷ റഷീദ്. പിന്നാക്ക ശശിയും ന്യൂനപക്ഷ റഷീദും. അപ്പൊ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സന്റെ പേര് ചോദിച്ചാൽ എന്താണ്? A റഷീദാണ് അല്ലെ. A റഷീദാണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ് ബാലാവകാശം. ബാലാവകാശം. ബാലന്മാരെ നമ്മൾ എന്ത് വിളിക്കും? മോനെ മനോജേ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മോനെ മനോജേ എന്ന് വിളിക്കും. അപ്പൊ ബാലാവകാശ കമ്മീഷന് ബാലന്മാരെ ആരെ കണ്ടാലും നമ്മൾ ഏത് ബാലനെ വിളിക്കും? മനോജ് മോനെ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ബാലനായതുകൊണ്ട് മനോജ് കുമാർ. അവിടെ ഒരു കുമാരൻ അത് വെച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം എന്താണ്? ഒരു കൊച്ചുകുട്ടി നടന്നു പോകുമ്പോൾ നമ്മൾ അവൻ എന്താ വിളിക്കുന്നത്? മനോജ് മോനെ എന്ന് വിളിക്കും. ബാല മനോജ് എന്ന് വിളിക്കും. ഓക്കെ, അല്ലെങ്കിൽ കുമാർ വെച്ച് നമുക്ക് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? കുമാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊച്ചുകുട്ടി അല്ലെ. കൊച്ചുകുട്ടി, ആ ഒരു ബോയ്, ആ ഒരു സെറ്റപ്പിലാണ് കുമാരൻ. ഓക്കെ, അപ്പൊ KV മനോജ് കുമാർ എന്നാണ് കേട്ടോ. അപ്പൊ മനോജ് കുമാരൻ എന്ന് നിങ്ങൾ പഠിച്ചോ. ഓക്കെ, അപ്പൊ മനോജ് മോൻ അല്ലെങ്കിൽ കുമാരൻ മോൻ അങ്ങനെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഒരു കുമാരനാണ്. ഏത് കുമാരനാണ്? മനോജ് കുമാരനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഈ യുവജനങ്ങൾ എപ്പോഴും കുടിക്കുന്ന ഒരു സാധനമുണ്ട്. എന്തോന്നാണത്? നമ്മുടെ ഇഷ്ടപാനീയം ഷാർജയാണല്ലേ. ഷാർജ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പാനീയമാണ് ഷാർജ. അപ്പൊ അങ്ങനെ പഠിച്ചാൽ മതി. എന്താണ്? ഷാജർ എന്നാണ്. ഷാർജ എന്നല്ല, ഷാജറാണ്. നമുക്ക് ഈ ഇറിനെ എടുത്തിട്ടാ മതി അല്ലെ. ഈ ഇറിനെ നമ്മൾ എടുത്തിപ്പുറത്തിട്ടു, അത്രേ ഉള്ളൂ. എന്തായി? ഷാർജയായി അല്ലെ. ഷാജർ. പഠിക്കാൻ എളുപ്പമല്ലേ. അപ്പൊ യുവജന കമ്മീഷൻ ചെയർമാന്റെ പേരെന്താണ്? ചെയർമാന്റെ പേരാണ് M ഷാജർ കേട്ടോ. ഈ ഇൻഷ്യലൊക്കെ ഒന്ന് കേട്ട് വെച്ചോണേ. പേരുകൾ മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇൻഷ്യൽ കൂടി ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചേക്കുക. അപ്പൊ യുവജന കമ്മീഷൻ ചെയർമാന്റെ പേര് ചോദിച്ചാൽ എന്താണ്? M ഷാജർ എന്നാണ് കേട്ടോ. എന്താണ്? M ഷാജർ എന്നാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നിയമസഭാ സെക്രട്ടറി ആരാണ്? നിലവിലത്തെ കേരളത്തിലെ നിയമസഭാ സെക്രട്ടറി ആണ് ഡോക്ടർ N കൃഷ്ണകുമാർ. ഡോക്ടർ N കൃഷ്ണകുമാർ ആണ് നിയമസഭാ സെക്രട്ടറി. ആരാണ്? ഡോക്ടർ N കൃഷ്ണകുമാർ ആണ്. എന്നാൽ ചീഫ് വിപ്പ് ആരാണ്? ചീഫ് വിപ്പ് ജയരാജാണ് കേട്ടോ. ജയരാജാണ്. എടാ, ഈ വിപ്പ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ചീഫ് വിപ്പ് ഒരു പൊസിഷൻ ആണ്. നമ്മൾ ഈ വിപ്പ് എന്ന് പറഞ്ഞാൽ കയർ വെച്ച് കെട്ടുന്ന ഒരു പ്രത്യേക കെട്ടുണ്ട്. അതിനെ പറയുന്നതാണ് വിപ്പിംഗ് എന്ന് പറയുന്നത്. വിപ്പിംഗ് എന്ന് പറഞ്ഞാൽ കെട്ടാണ് ആക്ച്വലി. അപ്പൊ ജയരാജ് എന്ന പേര് കേൾക്കുമ്പോഴേ നമുക്ക് എന്തിനു ഓർമ്മ വരും? അവിടെ എന്തിനു ഓർമ്മ വരും? ജയരാജ് എന്ന് പറയുന്ന പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ജീവിയുണ്ട്. എന്തോന്നാണത്? ആനയാണ് അല്ലെ. ആന എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അതിനൊരു പ്രത്യേക പേര് കൊടുക്കുന്നു. നമ്മൾ ജയരാജ് എന്ന് പറയുന്നത് ജയരാജനായിട്ടുള്ള ഒരു ആന. ഈ ആനയെ നമ്മൾ എന്ത് ചെയ്യുന്നു? കയറ് വെച്ച് വിപ്പ് ചെയ്യുന്നു. ഈ ആനയെ ആനയാണ്. ഈ ആനയെ നമ്മൾ എന്ത് ചെയ്യുന്നു? കയറ് വെച്ച് നമ്മൾ വിപ്പ് ചെയ്ത് ഒരിടത്ത് കെട്ടി വെക്കുകയാണ്. ഒരു കുറ്റിയിൽ ഇങ്ങനെ കെട്ടി വെക്കുകയാണ്. ഓക്കെ, അപ്പൊ ചീഫ് വിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിപ്പ് എന്ന് പറഞ്ഞാൽ വിപ്പിംഗ് റോപ്പ്, കയറ് വെച്ച് കെട്ടുന്നതിനാണ് വിപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഈ വിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ആനയാണ് നമ്മൾ കെട്ടിയിടുന്നത്. ആനയുടെ പേരെന്താണ്? ജയരാജൻ ആന. ഓക്കെ, അപ്പൊ ചീഫ് വിപ്പ് ആരാണ്? ജയരാജ്. ഓക്കെ, ഉപകാരപ്പെടുന്നുണ്ടോ? ഓർമ്മ നിൽക്കുമോ? ഇതൊക്കെ ഓർമ്മ നിൽക്കുമല്ലോ.
ചെറിയ ഓർമ്മ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് കഴിയും കേട്ടോ. അടുത്ത് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ എന്താണ്? നടേശ പണിക്കർ എന്നാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? നടേശ പണിക്കർ അനിൽകുമാർ എന്നാണ് കേട്ടോ. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാന്റെ പേരെന്താണ്? നടേശ പണിക്കർ. ഈ പറയുന്ന ജൈവ വൈവിധ്യം ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണിക്കാരന്മാരിൽ നിന്ന് പണിയെടുത്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജൈവ വൈവിധ്യം ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. ചുമ്മാ ഇരുന്ന ജൈവ വൈവിധ്യം ഉണ്ടാവുമോ? ഒരുപാട് പണിക്കാരിൽ നിന്ന് അവിടെ എന്ത് ചെയ്യണം, അവിടെ ഈ പറയുന്ന മരങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്ത് ചെയ്യണം, ചെടികളും ചെറിയ ചെറിയ പൂക്കളും ഒക്കെ വെച്ചാൽ എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ ഈ പറഞ്ഞ ജൈവ വൈവിധ്യം ഉണ്ടാകത്തുള്ളൂ. അപ്പോ ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് നടേശ പണിക്കർ അനിൽകുമാർ ആണെന്ന് വിളിച്ചു വെച്ചിരിക്കുന്നതാണ്. നടേശ പണിക്കർ അനിൽകുമാർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ സെറ്റിൽ പറഞ്ഞ ചോദ്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, നമ്മൾ അതിനുശേഷം പറഞ്ഞ കാര്യം എന്താണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു, ഓർമ്മയുണ്ട്. എന്താണ്? എ ഷാജഹാൻ ആണ്. ഇലക്ട്രൽ ഓഫീസർ ആരാണെന്ന് വെച്ചാൽ ആരാണ്? രത്തൻ യു ഖേൽക്കർ ആണ്. അങ്ങനെയാണെങ്കിൽ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ പേരെന്താണ്? വനിതാ കമ്മീഷൻ ആണെങ്കിൽ ഏതോ ദേവി, സതീ ദേവി. EWS ആണെങ്കിൽ രാമചന്ദ്രൻ നായർ. വനിതാ വികസനം ആണെങ്കിൽ നമുക്കറിയാം റോസക്കുട്ടിയാണ്, KC റോസക്കുട്ടി. പിന്നാക്കമാണെങ്കിൽ ശശി അല്ലെ. പിന്നാക്ക വിഭാഗം ആരാണെന്ന് വെച്ചാൽ പിന്നാക്ക ശശി, ജസ്റ്റിസ് D ശശിധരൻ. ന്യൂനപക്ഷ റഷീദ്, ന്യൂനപക്ഷ കമ്മീഷൻ ആണെങ്കിൽ A റഷീദ്. ബാലനാണെങ്കിൽ നമ്മൾ അവനെ കുമാര എന്ന് വിളിക്കും, അല്ലെങ്കിൽ മോനെ മനോജ് എന്ന് വിളിക്കും. എങ്ങനെയായാലും KV മനോജ് കുമാർ ഉത്തരം കിട്ടണം. അടുത്ത യുവജനങ്ങൾക്ക് ഏറ്റവും കുടിക്കാൻ ഇഷ്ടമുള്ള എന്താണ്? ഷാർജയാണ്. അപ്പൊ യുവജന കമ്മീഷൻ ഷാജർ അല്ലെ, M ഷാജർ. നിയമസഭാ സെക്രട്ടറി ആരാണ്? അത് ഡോക്ടർ N കൃഷ്ണകുമാർ ആണ് സെക്രട്ടറി എന്ന് പറയുന്നത്. ചീഫ് വിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിപ്പ് എന്ന് പറഞ്ഞാൽ വിപ്പിംഗ് റോപ്പ്, കയറ് വെച്ച് കെട്ടുന്നത് ആനെ, ജയരാജൻ ആന. അടുത്ത് നമ്മൾ പറഞ്ഞു സംസ്ഥാന ജൈവ വൈവിധ്യം. പഠിക്കാൻ എളുപ്പമാണ്. ജൈവ വൈവിധ്യം ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പണിയെടുക്കുന്ന പണിക്കാരന്മാര് വേണം. അതാണ് നടേശ പണിക്കര് അനിൽകുമാർ ആണ് ജൈവ വൈവിധ്യ ബോർഡിന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത്. സെറ്റാണേ? ഓക്കെ ആണേ? അടുത്ത് പറയുന്നതാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർമാൻ. എടാ, ഈ മലിനീകരണമൊക്കെ ഉണ്ടാവുമ്പോഴേ നമ്മൾ ഈ പറയുന്ന വേസ്റ്റ് അല്ലേ മലിനീകരണം, ഈ വേസ്റ്റ് ഒക്കെ നമ്മൾ എവിടെയാ ഇടുന്നത്? വേസ്റ്റ് ബിന്നിനകത്തല്ലേ. നമ്മൾ ഇവിടെ വേസ്റ്റ് ഇടുന്നത് ബിന്നിനകത്തല്ല. എന്തിനകത്താണ് ഇടുന്നതെന്ന് അറിയാമോ? ഒരു കലത്തിനകത്താണ് ഇടുന്നത്. അപ്പൊ നമ്മളിവിടെ വേസ്റ്റ് കൊണ്ട് ഇടുന്നത് എവിടെയാണ്? ഒരു കലത്തിനകത്താണ് നമ്മൾ വേസ്റ്റ് കൊണ്ടിടുന്നത്. അപ്പൊ ഈ കലത്തിന്റെ പേരെന്താണ്? ശ്രീകല S. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ചെറിയ ചെറിയ കോഡുകളാണ്. ഈ പറയുന്ന പേരിലൊക്കെ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്കും ഉണ്ടാവും, എനിക്കും ഉണ്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ ആ ഒരു രീതിയിൽ എടുക്കുക. നമുക്കത് പഠിക്കാൻ ആവശ്യമായ ഒരു കോഡ് മാത്രമാണ്. ജസ്റ്റ് ആ ഒരു കാര്യത്തിൽ മാത്രം എടുക്കുക, നത്തിങ് പേഴ്സണൽ. ഓക്കെ, അപ്പോ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡാണെന്നുണ്ടെങ്കിൽ മാലിന്യം നമ്മൾ എവിടെ ഇടും? ഡസ്റ്റ്ബിന്നിനകത്ത് ഇടും. നമുക്ക് ഇവിടെ ഡസ്റ്റ്ബിൻ എന്നൊന്നും ഉത്തരം വരില്ല. അപ്പൊ ഒരു കലം, ഒരു പോട്ട് കലം, ആ കലമാണ് എന്ത്? ശ്രീകല S. പഠിക്കാൻ എളുപ്പമില്ലേ? അടുത്ത ചോദ്യമാണ് ശമ്പള കമ്മീഷൻ. എടാ, നമുക്ക് എല്ലാവർക്കും ശമ്പളത്തിന്റെ അടുത്ത് എന്ത് കാണും? ഒരു മോഹം കാണൂലേ? അല്ലേ? അപ്പൊ ശമ്പളത്തിന്റെ അടുത്ത് നമുക്ക് എല്ലാവർക്കും ഒരു മോഹം കാണും. അദ്ദേഹത്തിന്റെ പേരാണെന്ത്? മോഹൻദാസ്. സിമ്പിൾ അല്ലേടാ? ശമ്പള കമ്മീഷന്റെ അടുത്ത് അല്ലെങ്കിൽ ശമ്പളത്തിന്റെ അടുത്ത് നമുക്ക് എന്തായാലും കാണും, ഒരു മോഹം കാണും. അദ്ദേഹത്തിന്റെ പേരാണെന്ത്? മോഹൻ അല്ലെ, K മോഹൻദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, അടുത്ത ചോദ്യമാണ്, അടുത്ത പോയിന്റ് ആണ് കേരള പബ്ലിക് എന്റർപ്രൈസസ് ബോർഡ് ചെയർമാൻ. ഓക്കെ, കേരള പബ്ലിക് എന്റർപ്രൈസസ് എന്ന് വെക്കുമ്പോഴത്തേക്ക് എന്താണ്? ഒരു വിപണി അല്ലെ, വിപണി. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് വിപണിയാണ്? വാഴ വിപണിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വാഴയുടെ ഒരു എന്റർപ്രൈസസ് ആണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ, ഈ എന്റർപ്രൈസസ് എന്ന് കേട്ടാലേ നിങ്ങൾ ആലോചിക്കണം എന്തിന്റെയോ എന്റർപ്രൈസസ്, ഏതോ ഒരു സാധനത്തിന്റെ എന്റർപ്രൈസസ് ആണ് ഇവിടെ ചോദ്യമായിട്ട് വരുന്നത്. ഇതില് നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ട് സാധനവുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? അതെന്തോന്നാണ്? വാഴക്കൊലയാണ് അല്ലെ. വാഴ. ജോയ് വാഴയിൽ എന്നാണ് പേര്. എന്താണ്? ജോയ് വാഴയിൽ. ഓക്കെ, ജോയ് വാഴയിൽ. കേരള പബ്ലിക് എന്റർപ്രൈസസ് ബോർഡിന്റെ ചെയർമാൻ ആരാണ്? ജോയ് വാഴയിൽ. അപ്പൊ എന്റർപ്രൈസസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം വിൽക്കാൻ പറ്റുന്ന എന്തോ ഒരു സാധനമാണ്. വാഴയാണെങ്കിൽ വാഴയിലെ കൊല വെട്ടി നമുക്ക് വിൽക്കാൻ പറ്റും. അതാണ് ജോയ് വാഴയിൽ എന്റർപ്രൈസസ്, വാഴയിൽ. ഓക്കെ, അടുത്ത ചോദ്യമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ആരാണ് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് നിലവിലുള്ളത്? സണ്ണി ജോസഫ് ആണ് അല്ലെ. സണ്ണി ജോസഫ് ആണ് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ. ആരാണെന്ന് വെച്ചാൽ സണ്ണി ജോസഫ് ആണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി സണ്ണി ജോസഫ് ആണ്. അടുത്ത ചോദ്യം സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് B സുധീന്ദ്രകുമാറാണ് കേട്ടോ. അപ്പോ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാൻ ആരാണ്? സുധീന്ദ്രകുമാറാണ്
കൺസ്യൂമർ തർക്ക പരിഹാര കമ്മീഷൻ ഒക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ചെയർമാൻ ആണ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ. അടുത്ത് വരുന്നത് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരാണ്? സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു അത്ലറ്റിന്റെ പേര് പോലുള്ള ഒരു പേരാണ്. എന്താണ്? ഷറഫ് അലി ആണ്. എന്ത് ഷറഫ് അലി? യു ഷറഫ് അലി. സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? യു ഷറഫ് അലി ആണ് നിലവിലത്തെ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ്. ആരാണ്? യു ഷറഫ് അലി ആണ്. ഓക്കെ, ആരാണ്? യു ഷറഫ് അലി. സ്പോർട്സിന്റെ ആരാണ്? യു ഷറഫ് അലി. ഈ ഷറഫ് അലി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മുഹമ്മദ് അലിയൊക്കെ ഓർമ്മ വരും അല്ലെ? സ്പോർട്സ് കൗൺസിൽ, സ്പോർട്സ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് അവിടെ എന്ത് പറയണം? ഏതോ ഒരു സ്പോർട്സ് ഇനം. അപ്പോൾ നമുക്ക് ആ സ്പോർട്സ് ഇനവുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഒരു പേര്. സ്പോർട്സ് എന്ന് കേൾക്കുമ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിൽ വരേണ്ട പേര് എന്തോന്നാണ്? ബോക്സിംഗിലെ മുഹമ്മദ് അലിയെ ഓർമ്മ വരണം. അപ്പൊ ഈ മുഹമ്മദ് അലി ഏതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു? ഈ പറയുന്ന ഷറഫ് അലിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അല്ലെങ്കിൽ മുഹമ്മദ് അലി, ഷറഫ് അലി, സ്പോർട്സ് ലിങ്ക് ചെയ്യാൻ പറ്റൂലേ? ലിങ്ക് ചെയ്യാൻ പറ്റുമല്ലോ, ലിങ്ക് ചെയ്യാൻ പറ്റണം. ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടെങ്കിലും ഇരിക്കുക. 1-2 തവണ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ഈ പറയുന്ന പൊട്ട കോഡുകൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് അപ്പിയർ ചെയ്യും. ഓക്കെ, സെറ്റാണേ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് പ്രേംകുമാർ. താൽക്കാലിക ചെയർമാനാണ് പ്രേംകുമാർ. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പ്രേംകുമാർ ആണ്. വൈസ് ചെയർമാനും ആര് തന്നെയാണ്? നിലവിലെ പ്രേംകുമാർ ആണ്. താൽക്കാലികമാണ് പ്രേംകുമാർ. ഓക്കെ, അടുത്ത് മീഡിയ അക്കാദമി ചെയർമാൻ ആരാണെന്ന് അറിയുമോ? മീഡിയ അക്കാദമി അത് RS ബാബു ആണ്. RS ബാബു കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു ആണ്. സാംസ്കാരിക പ്രവർത്തക ക്ഷേമ ബോർഡ് ചെയർമാൻ ആരാണ്? സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയുടെ ബോർഡ് ചെയർമാൻ ആണ് മധുപാല്. ഓക്കെ, സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആരാണ്? മധുപാലാണ്. അതുപോലെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ ആരായിരുന്നു? കെ സച്ചിദാനന്ദൻ ആയിരുന്നു. പക്ഷെ നിലവിൽ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്. ഈ പൊസിഷൻ വേക്കന്റ് ആണ് കേട്ടോ. അപ്പൊ ഓപ്ഷനിൽ അദ്ദേഹത്തിന്റെ പേര് കണ്ടാൽ സച്ചിദാനന്ദൻ എഴുതിക്കോളൂ നിങ്ങൾ. അപ്പൊ ഈ പറയുന്ന ഏതെങ്കിലും പേരുകളിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ അറിയിക്കാം. അല്ലെങ്കിൽ പുതിയ അപ്ഡേഷൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? കമന്റ് ബോക്സിൽ അത് പിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ സാഹിത്യ അക്കാദമിക്ക് നിലവിൽ ഇപ്പോൾ പ്രസിഡന്റ് ഇല്ല. നേരത്തെ സച്ചിദാനന്ദൻ ആയിരുന്നു. ഓക്കെ, അപ്പോ സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അശോകൻ ചെരുവിലാണ്. അശോകൻ ചെരുവിലാണ് സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ്. ആരാണ്? അശോകൻ ചെരുവിലാണ്. അങ്ങനെയാണെങ്കിൽ സംഗീത നാടക അക്കാദമി ആണെങ്കിൽ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ് അല്ലെ? ഈ സംഗീതവും നാടകത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണം എന്തോന്നാണ്ടേ? അത് ചെണ്ടയാണ് അല്ലെ? ചെണ്ടയാണ് അല്ലെ? അപ്പൊ ഈ പറയുന്ന ഈ ചെണ്ടയൊക്കെ ഉപയോഗിക്കുന്നവരെ പൊതുവെ പറയുന്ന ഒരു അവരുടെ ആ ഒരു മാരാരിമാരെന്നാണ് പറയുന്നത് അല്ലെ? മാരാർ. ഓക്കെ, മാരാർ. ഓക്കെ, നിങ്ങൾക്ക് കേട്ട ഉടനെ അഖിൽമാരാറിനെയൊക്കെ ഓർമ്മ വരും. എന്താവട്ടെ, അപ്പൊ സംഗീത നാടകം എന്നൊക്കെ കേൾക്കുമ്പോൾ മാരാരിമാരാണ് അല്ലെ? മാരാരെന്നാണ് നമ്മൾ പൊതുവെ ഈ ചെണ്ടയൊക്കെ കൊട്ടുന്ന ആൾക്കാർ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും സംഗീത നാടക അക്കാദമി ചെയർമാൻ ചോദിച്ചാൽ എന്താണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോക്ലോർ അക്കാദമിയുടെ ചെയർപേഴ്സൺ ആരാണ്? നിലവിലത്തെ ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാന്റെ പേരാണ് OS ഉണ്ണികൃഷ്ണൻ കേട്ടോ. എന്താണ്? OS ഉണ്ണികൃഷ്ണൻ. ഓക്കെ, ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ്. ലളിതകല അക്കാദമി വളരെ പ്രധാനപ്പെട്ടതാണ്. മുരളി ചീരോത്താണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലളിതകല അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്താണ്. അങ്ങനെയാണെങ്കിൽ KSRTCയുടെ ചെയർമാൻ ആൻഡ് MD ചോദിച്ചാൽ പ്രമോജ് ശങ്കർ ആണ്. അദ്ദേഹത്തിന്റെ പേര് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. പ്രമോജ് ശങ്കർ എന്നാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷണറിന്റെ പേരാണ് CH നാഗരാജു. ഇതിലെ ലളിതകല പഠിക്കുക. നമ്മുടെ KSRTC ഒന്നും അങ്ങനെ ചോദിക്കുന്നതല്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഈ ഫോക്ലോറും പഠിച്ചു വെക്കുക കേട്ടോ. ഫോക്ലോർ ചോദിച്ചാൽ OS ഉണ്ണികൃഷ്ണനാണ്. ലളിതകല ചോദിച്ചാൽ ആരാണ്? മുരളി ചീരോത്താണ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ നമ്മുടെ രണ്ടാമത്തെ സെറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നോക്കിയാലോ? മലിനീകരണ നിയന്ത്രണ ബോർഡ് എങ്ങനെ പഠിക്കും? ഞാൻ പറഞ്ഞു മാലിന്യം കലത്തിനകത്തിടും അല്ലെ? ശ്രീകല. ശമ്പളത്തിനോട് നമുക്ക് മോഹമുണ്ട്. ശമ്പള കമ്മീഷൻ മോഹൻദാസ്. പബ്ലിക് എന്റർപ്രൈസസ് വിൽക്കാൻ പറ്റുന്ന എന്തോ സാധനം? വാഴയിലെ വാഴക്കൊലയാണ് അല്ലെ? ജോയി വാഴയിൽ. അടുത്ത് പബ്ലിക് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും സണ്ണി ജോസഫ് ആണ്. സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ആണെങ്കിൽ അത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ്. സ്പോർട്സ് എന്ന് കേൾക്കുമ്പോൾ മുഹമ്മദ് അലി, യു ഷറഫ് അലി അല്ലെ? അടുത്ത സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആണെങ്കിൽ നിലവില് പ്രേംകുമാർ ആണ്. വൈസ് ചെയർമാനും അദ്ദേഹം തന്നെയാണ്. മീഡിയ അക്കാദമിയുടെ ചെയർമാൻ ആണെങ്കിൽ ആരാണ്? RS ബാബു ആണ്. മീഡിയ ഇടവേള ബാബു. മീഡിയക്കകത്താണ് ഇടവേള ബാബു ഒക്കെ വരുന്നത് അല്ലെ? RS ബാബു. അടുത്ത സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആണെങ്കിൽ മധുപാലാണ്. അതുപോലെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് നിലവിൽ വേക്കന്റ് ആണ്. സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ അശോകൻ ചെരുവിലാണ്. അതുപോലെ നമ്മുടെ സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ ചോദിച്ചാല് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ.
ഫോക്ലോർ അക്കാദമി ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. ലളിതകല ഇമ്പോർട്ടന്റ് ആണ്, മുരളി ചീരോത്താണ്. KSRTC പ്രമോദ് കുമാറാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷൻ CH നാഗരാജു ആണ്. അതുപോലെ ഗതാഗത വകുപ്പിന്റെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ PB നൂഹ് IAS ആണ്. അപ്പൊ ഗതാഗത വകുപ്പ് സെക്രട്ടറി ആണ് PB നൂഹ് IAS. കൊച്ചി മെട്രോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൊച്ചി മെട്രോയുടെ ചെയർമാന്റെ പേരാണ് ശ്രീനിവാസ കതികിതല എന്നാണ്. കതികിതല ഒന്ന് ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. കൊച്ചി മെട്രോ ആണെങ്കിൽ ശ്രീനിവാസ കതികിതല എന്നാണ്. കൊച്ചി മെട്രോ അതുപോലെ തന്നെ വാട്ടർ മെട്രോയുടെ MD ആരാണെന്ന് ചോദിച്ചാൽ ഇത് MD ചോദിച്ചിട്ടുണ്ട് PSCയില്. ലോക്നാഥ് ബെഹ്റയാണ് കേട്ടോ. കൊച്ചി മെട്രോയുടെയും അതുപോലെ തന്നെ വാട്ടർ മെട്രോയുടെ ഒക്കെ MD ആരാണെന്ന് ചോദിച്ചാല് ലോക്നാഥ് ബെഹ്റയാണ്. അതുപോലെ തന്നെ കൊച്ചി മെട്രോയുടെ ചെയർമാൻ കൊച്ചി വാട്ടർ മെട്രോയുടെ ചെയർമാന്റെ പേരാണെന്ത്? ശാരദാ മുരളീധരൻ. കൊച്ചി മെട്രോയുടെ ചെയർമാന്റെ പേര് ശ്രീനിവാസ കതികിതല എന്നാണ് അല്ലെ, കതികിതല എന്നാണ് നമ്മുടെ കൊച്ചി മെട്രോയുടെ ചെയർമാൻ. കൊച്ചി വാട്ടർ മെട്രോയുടെ ചെയർമാന്റെ പേരാണ് ശാരദാ മുരളീധരൻ. എന്നാൽ ഈ പറയുന്ന കൊച്ചി മെട്രോയുടെയും വാട്ടർ മെട്രോയുടെയും MD ഒരാളാണ്. ആരാണത്? നമ്മുടെ മുൻ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയാണ് അല്ലെ. അതുപോലെ KTDCയുടെ ചെയർമാന്റെ പേരാണ് PK ശശി. PK ശശി. അടുത്ത KTDCയുടെ MDയുടെ പേര് ശിഖ സുരേന്ദ്രൻ. ഇത് രണ്ടും ചെറിയ ലിങ്ക് ഉള്ള പേരാണ്, ശശിയും ശിഖയും അല്ലെ. KTDC ആണെങ്കിൽ ചെയർമാൻ ആണെങ്കിൽ ശശിയും, അതുപോലെ KTDC MD ആണെന്നുണ്ടെങ്കിൽ ശിഖ സുരേന്ദ്രനുമാണ്. KSEBയുടെ ചെയർമാൻ ആരാണ്? ബിജു പ്രഭാകറാണ് അല്ലെ. IAS ബിജു പ്രഭാകറാണ്. KSFയുടെ ആണെങ്കിൽ K വരദരാജനാണ്. അടുത്ത എക്സൈസ് മേധാവി ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. എക്സൈസിന്റെ മേധാവി നിലവില് MR അജിത് കുമാർ ആണ് എക്സൈസ് മേധാവി. ഫയർഫോഴ്സ് മേധാവി ആണെങ്കിൽ ആരാണ്? യോഗേഷ് ഗുപ്തയാണ്. ഇന്റലിജൻസ് മേധാവിയാണെങ്കിൽ P വിജയനാണ്. അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിയാണെങ്കിൽ മഹിപാൽ യാദവ് ആണ്. വിജിലൻസ് ആണെങ്കിൽ മനോജ് എബ്രഹാം ആണ്. ഈ 4 പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരുകളാണ്. എക്സൈസ് ആണെങ്കിൽ ആരാണ്? അജിത് കുമാർ എക്സൈസ്. ഫയർഫോഴ്സ് ആണെങ്കിൽ യോഗേഷ് ഗുപ്ത. എടാ, ഈ അജിത്തിന്റെ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ? അജിത്തിന്റെ സിനിമയിൽ മിക്കവാറും ഈ പറയുന്ന ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അജിത്തിന്റെ സിനിമയ്ക്കകത്ത് വരുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് സിനിമയിലും ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അജിത് കുമാർ, സിനിമാ നടൻ അജിത്ത്, എക്സൈസ്. ഈ ഫയർഫോഴ്സ് എന്ന് പറയുമ്പോ ഈ നമുക്ക് എന്ത് പറയാം, ഈ യാഗം അല്ലെ, യാഗത്തിൽ എന്താണ് ഈ ഹിന്ദുക്കളുടെയൊക്കെ എന്താണ് ഒരു റിച്വൽ ആണ് യാഗം അല്ലെ. ഈ യാഗത്തിൽ എന്താണ് വരുന്നത്? ഫയർ ആണ് വരുന്നത്. അപ്പോ യാഗേഷ് അല്ലെങ്കിൽ യോഗേഷ് ഗുപ്ത എന്താണ്? യോഗം. ഓക്കെ, അങ്ങനെ പഠിച്ചു വെച്ചാൽ യാഗേഷ് ഗുപ്ത അല്ലെങ്കിൽ യോഗേഷ് ഗുപ്ത ആണെങ്കിൽ ഫയർഫോഴ്സ്. ഇന്റലിജൻസ് ആണെങ്കിൽ ആരാണ്? P വിജയനാണ് കേട്ടോ. നമ്മുടെ ദാസനും വിജയനെ അറിയത്തില്ലേ? ദാസനും വിജയനും, മോഹൻലാലും ശ്രീനിവാസനും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്റലിജൻസ് ഉള്ളത് ആർക്കാണ്? വിജയനാണ് കേട്ടോ. ദാസനില്ല, ഓപ്ഷനിൽ ദാസൻ ഉണ്ടാവത്തില്ല. അപ്പൊ എന്തായാലും വിജയനെ കാണത്തുള്ളൂ. അപ്പൊ ഇന്റലിജൻസ് എന്താണെന്ന് ചോദിച്ചാൽ P വിജയനാണ്. ക്രൈംബ്രാഞ്ച് ഏതാണ്? ക്രൈംബ്രാഞ്ച് മഹിപാൽ യാദവ്. ക്രൈം യാദവ് ആണ് കേട്ടോ. ക്രൈം യാദവ്. വിജിലൻസ് ആണെങ്കിലോ? വിജിലൻസ് മനോജ് എബ്രഹാം. ഇത് രണ്ട് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ക്രൈം ആണെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റണം യാദവ് ആണ്, മഹിപാൽ യാദവ്. വിജിലൻസ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മനോജ് എബ്രഹാം ആണ് വിജിലൻസ് വരുന്നത്. അപ്പൊ എക്സൈസ് നമുക്കറിയാം അജിത് കുമാർ, സിനിമാ നടൻ. ഫയർഫോഴ്സ് എന്താണ്? യാഗം, യോഗേഷ് ഗുപ്ത. ഇന്റലിജൻസ് ദാസനും വിജയനും. ദാസൻ എന്തായാലും ഓപ്ഷൻ കാണൂല, പിന്നെ വിജയനാണ് ഇന്റലിജൻസ് ബുദ്ധി. ഓക്കെ, അടുത്തുള്ളത് ലോ ആൻഡ് ഓർഡറിന്റെ ADGP H വെങ്കടേഷ് വേണമെന്നില്ല. ജയിൽ വകുപ്പ് മേധാവി ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, K സേതുരാമൻ. ജയിൽ വകുപ്പ് മേധാവി K സേതുരാമനാണ്. ക്രൈംബ്രാഞ്ച് IG നമുക്ക് ആവശ്യമുള്ള പേരല്ല, GS പർച്ചൻ കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പോലീസ് അക്കാദമിയുടെ മേധാവിയുടെ പേര് ബൽറാം കുമാർ ഉപാധ്യായ എന്നാണ്. അതുപോലെ മലയാളം മിഷന്റെ ഡയറക്ടർ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. മലയാളം മിഷന്റെ ഡയറക്ടർ ആരാണ്? മുരുകൻ കാട്ടാക്കടയാണ് അല്ലെ. അപ്പൊ മലയാളം മിഷന്റെ ഡയറക്ടർ ആരാണ്? മുരുകൻ കാട്ടാക്കടയാണ്. സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? AG ഒലീന എന്നാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. മലയാളം മിഷൻ ആണെങ്കിൽ മുരുകൻ കാട്ടാക്കട, സാക്ഷരതാ മിഷൻ ആണെങ്കിൽ AG ഒലീന. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആണെങ്കിൽ ആരാണ്? ഡോക്ടർ M സത്യനാണ് കേട്ടോ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആരാണ്? ഡോക്ടർ M സത്യനാണ്. അങ്ങനെയാണെങ്കിൽ കേരള കള്ള് വ്യവസായ വികസനത്തിന് ആരാണ്? ജോസഫിന് ഭയങ്കര കള്ളുകൂടിയാണ് ജോസഫ് കേട്ടോ. അപ്പൊ കേരള കള്ള് വ്യവസായ വികസന ബോർഡിന്റെ ചെയർമാൻ ആരാണ്? UP ജോസഫ് ആണ്. UP ജോസഫ്. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. ഈ മലയാളം മിഷൻ ഡയറക്ടർ ചോദിക്കും മുരുകൻ കാട്ടാക്കട. സാക്ഷരതാ മിഷൻ ചോദിക്കും AG ഒലീന. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കും ഡോക്ടർ M സത്യനാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ചോദിക്കാൻ ചാൻസ് ഉള്ളത് റീസെന്റ് കറണ്ട് അഫെയർ ആണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ S അയ്യർ ആണ് അല്ലെ. നമുക്കറിയാം ദിവ്യ S അയ്യർ ആണ്, ES ആണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പുതിയ CEO ആരാണെന്ന് ചോദിച്ചാൽ ശ്രീകുമാർ K നായർ എന്നാണ്. രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ MD അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ആണ് ആര്? ദിവ്യ S അയ്യർ.
വിഴിഞ്ഞം ഇന്റർനാഷണലിന്റെ പുതിയ CEO ചോദിച്ചാല് ശ്രീകുമാർ കെ നായരാണ് കേട്ടോ, ശ്രീകുമാർ കെ നായരാണ്. അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാന്റെ പേരാണ് എന്ത്, സയ്യിദ് അക്തർ മിർസ എന്നാണ് കേട്ടോ. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ ആണ് ആര്, സയ്യിദ് അക്തർ മിർസ. ഓക്കെ, സയ്യിദ് അക്തർ മിർസയാണ് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്, ജയേഷ് ജോർജ് ആണ് കേട്ടോ. ജയേഷ് ജോർജ്. ക്രിക്കറ്റ് ജയിച്ചു എന്ന് പഠിച്ചാൽ മതി. കേരള ക്രിക്കറ്റ് നമ്മൾ ജയിച്ചു, എന്താണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, ജയേഷ് ജോർജ് നമ്മൾ ജയിച്ചു, ജയേഷ് ജയിച്ചു. അപ്പൊ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ്. കേരള ബാങ്ക് ഇത് ചോദിക്കും, കേരള ബാങ്ക് ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ്. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ ഗോപി കോട്ടമുറിക്കൽ. എടാ, ബാങ്ക് ഒക്കെ നമ്മൾ വലിയൊരു കോട്ടക്കകത്താണ് വെക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ കള്ളന്മാരടിച്ചുകൊണ്ട് പോകുന്നില്ലേ. അപ്പൊ കേരള ബാങ്ക് പ്രത്യേകിച്ച് നമ്മളൊരു കോട്ടമുറിക്കകത്താണ് വെച്ചിട്ടുള്ളത്, അതാണ് ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റിന്റെ പേരെന്താണ്, MK കണ്ണൻ എന്നാണ് കേട്ടോ, സിമ്പിൾ പേര് കണ്ണൻ. ഓക്കെ, കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് MK കണ്ണൻ. കേരള ബാങ്കിന്റെ CEO ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, ജോർട്ടി M ചാക്കോ. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ ഗോപി കോട്ടമുറിക്കൽ, കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ ആരാണ്, MK കണ്ണൻ, കേരള ബാങ്കിന്റെ CEO ആണെങ്കിൽ ആരാണ്, അത് ജോർട്ടി M ചാക്കോ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു സെറ്റ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം, നോക്കിയാലോ. അപ്പൊ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ പേരെന്തോന്നാണ്, സണ്ണി ജോസഫ് പറഞ്ഞു, ഷറഫ് അലി പറഞ്ഞു, പ്രേംകുമാർ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ നോക്കുന്നത് സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ അല്ലെ, ആരാണ്, മട്ടന്നൂർ ശങ്കരൻ മാരാരാണ്, നമുക്കറിയാം. ഫോക്ലോർ അക്കാദമി ആരാണെന്ന് വെച്ചാൽ ആരാണ്, OS ഉണ്ണികൃഷ്ണനാണ്. അതിനുശേഷം ലളിതകലാ അക്കാദമി വളരെ ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞു, മുരളി ചീരോത്താണ്. KSRTC പ്രമോദ് ശങ്കർ, ട്രാൻസ്പോർട്ട് കമ്മീഷൻ നാഗരാജു വേണമെന്നില്ല. പിന്നെ കൊച്ചി മെട്രോ ചെയർമാൻ ചോദിച്ചാൽ ശ്രീനിവാസ കടകിതലയാണ്. കൊച്ചി മെട്രോയുടെ ചെയർമാൻ, കൊച്ചി മെട്രോയുടെയും കൊച്ചി വാട്ടർ മെട്രോയുടെയും MD ആണ് നമ്മുടെ ലോക്നാഥ് ബെഹ്റ. കൊച്ചി വാട്ടർ മെട്രോയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരെന്ന് പറയും, നമ്മള് ശാരദ മുരളീധരൻ എന്ന് പറയും. KTDC ചെയർമാൻ ശശിയാണ്. KTDC MD ആണെന്ന് ചോദിച്ചാൽ ശിഖ സുരേന്ദ്രൻ എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ KSEB ചെയർമാൻ ബിജു പ്രഭാകരാണ്. KSFE വരദരാജനാണ്. പിന്നെ എക്സൈസ് ഞാൻ പറഞ്ഞു എന്താണ്, എക്സൈസ് അജിത് കുമാർ ആണ് അല്ലെ, സിനിമാ നടൻ അജിത് കുമാർ. ഫയർ ആണെങ്കിൽ എന്താണ്, ഫയർഫോഴ്സ് ആണെങ്കിൽ യാഗം യോഗേഷ് ഗുപ്ത. ഇന്റലിജൻസ് ദാസനും വിജയനും, ഇതില് P വിജയൻ. ക്രൈംബ്രാഞ്ച് ആണെങ്കിൽ മഹിപാൽ യാദവ്. വിജിലൻസ് ആണെങ്കിൽ എന്താണ്, മനോജ് എബ്രഹാം ആണ്. ഓക്കെ, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജയിൽ വകുപ്പ് കെ സേതുരാമൻ CBI ആണ് അല്ലെ. CBIകൾക്ക് എന്ത് ചെയ്യും, CBIമാര് ജയിൽ പുള്ളികളെ ആൾക്കാരെ പിടിച്ച് ജയിലിനകത്താക്കും. CBI K സേതുരാമൻ എന്ത് ചെയ്യും, ആൾക്കാരെ പിടിച്ച് ജയിലിനകത്താക്കും. അപ്പൊ ജയിൽ വകുപ്പ് K സേതുരാമൻ. ക്രൈംബ്രാഞ്ച് ആണെങ്കിൽ സ്പർജൻ കുമാറാണ്. അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ IG ആണ് കേട്ടോ. പോലീസ് അക്കാദമിയുടെ മേധാവിയാണെങ്കിൽ ബൽറാം കുമാർ ഉപാധ്യായാണ്. മലയാളം മിഷന്റെ ഡയറക്ടർ നമുക്കറിയാം ആരാണ്, മുരുകൻ കാട്ടാക്കടയാണ്. സാക്ഷരതാ മിഷൻ ആണെങ്കിൽ ആരാണ്, AG ഒലീനയാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ആരാണ്, ഡോക്ടർ എം സത്യനാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ജോസഫ് ഭയങ്കര കള്ളുകൂടിയാണ്, UP ജോസഫ് ആണ്. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD ദിവ്യ S അയ്യരാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ CEO ആരാണ്, ശ്രീകുമാർ K നായരാണ്. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ ആണ് സയ്യിദ് അക്തർ മിർസ. കേരള ക്രിക്കറ്റ് നമ്മൾ ജയിച്ചു, ജയേഷ് ജോർജ്. കേരള ബാങ്കിന്റെ പ്രസിഡന്റ്, ബാങ്ക് നമ്മൾ എപ്പോഴും ഒരു കോട്ടക്കകത്തായിരിക്കും വെക്കുന്നത്, കോട്ടമുറിക്കൽ. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ MK കണ്ണനാണ്. കേരള ബാങ്കിന്റെ CEO ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, ജോർട്ടി M ചാക്കോ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള നമ്മുടെ കേരളത്തിലെ നിയമനങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഉപകാരപ്പെട്ടോ, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കറണ്ട് അഫയർ ക്ലാസ്സുകൾ വേണമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായും ഈ വീഡിയോ നിങ്ങളെ PSC വിളിക്കുന്ന കൂട്ടുകാരിലേക്കും നിങ്ങളെ PSC ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.